ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിലുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമല്ലെന്ന് സുരേഷ് ഗോപി എം.പി. പുതിയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുത്ത ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നേതാവ്. എല്ലാവരും പറയുന്നു ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്ന്. ഞാൻ അങ്ങനെ കരുതുന്നില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. രാജീവ് ചന്ദ്രശേഖറിന്റെ മികവ് വ്യക്തമായി അറിയുന്ന ആൾ എന്ന നിലയ്ക്ക് പുതിയ ദൗത്യം നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് താൻ കരുതുന്നത്. തിരുവനന്തപുരത്തെ 3 മാസം നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണം മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന്റെ കഴിവ് നേരിട്ട് അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് താൻ. കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറിന് ബാറ്റൺ കൈമാറിയതു മുതൽ സൈദ്ധാന്തികമായ വിപ്ലവത്തിലേക്ക് പാർട്ടി കടന്നിരിക്കുകയാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി പ്രതിപ്രവർത്തനം തുടങ്ങിയാൽ മാത്രമേ നമുക്ക് വെല്ലുവിളിയാകൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുൻകാല ബി.ജെ.പി. അധ്യക്ഷന്മാർ ഓരോ പടിയാണ് പാർട്ടിയെ ഉയർത്തിയത് എങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് അതുക്കും മേലെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിൽ പല പ്രദേശങ്ങളും നമുക്ക് എടുക്കാറുണ്ട്. ഭാരതത്തിനു വേണ്ടി കേരളം മൊത്തം നമ്മൾ എടുക്കുമെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കുകയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷം നൽകുന്നതാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. ബലിദാനികളുടെ ത്യാഗമോർത്ത് മുന്നോട്ടു പോകും. കേരളത്തിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ട്? കേരളത്തിൽ എന്തുകൊണ്ട് കൂടുതൽ സംരംഭങ്ങൾ വരുന്നില്ല? കേരളത്തിൽ വികസന മുരടിപ്പാണ്. അവസരങ്ങളില്ലെങ്കിൽ യുവാക്കൾ ഇവിടെ നിൽക്കില്ല. നിക്ഷേപമുള്ള കേരളമാണ് ആവശ്യം. വികസന സന്ദേശം ഓരോ വീട്ടിലും എത്തണം. എൻ.ഡി.എ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ എത്തണം. അതാണ് തന്റെ ദൗത്യം പൂർത്തിയാക്കിയേ താൻ മടങ്ങൂ. വികസിത കേരളത്തിനായി തന്റെ മുഴുവൻ സമയവും സമർപ്പിക്കുകയാണെന്നും രാജീവ് പറഞ്ഞു. ഞായറാഴ്ച ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. കേന്ദ്ര നേതൃത്വം ഇടപെട്ടായിരുന്നു തീരുമാനം. നേരത്തെ എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, ജേക്കബ് തോമസ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും രാജീവിന്റെ ഒറ്റ പേരാണ് അവസാനം നിർദ്ദേശിക്കപ്പെട്ടത്. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭാംഗമായ മറുനാടൻ മലയാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. രണ്ടാം മോദി സർക്കാരിൽ IT വകുപ്പിൽ സഹമന്ത്രിയായിരുന്നു. ഗുജറാത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം രാജ്യസഭാ അംഗമായ ശേഷമാണ് ബി.ജെ.പിയിൽ ചേർന്നത്. സംഘപരിവാറിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് സാധാരണ ബി.ജെ.പി. അധ്യക്ഷന്മാരാകാറുള്ളത്. ആ പശ്ചാത്തലമില്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ്. അദ്ദേഹം 2006 മുതലാണ് ബി.ജെ.പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതേ വർഷം തന്നെ ബി.ജെ.പിയുടെ സ്വതന്ത്രനായി രാജ്യസഭയിൽ എത്തുകയും ചെയ്തു. കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലെത്തി. 2021 മുതൽ 2024 വരെ രണ്ടാം മോദി സർക്കാരിൽ IT ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു രാജീവ്. 2016 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാനത്തെ എൻ.ഡി.എയുടെ വൈസ് ചെയർമാനായും സേവനമനുഷ്ഠിച്ചു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വമാണ് രാജീവിനെ ഇപ്പോൾ അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശശി തരൂർ 3 തവണ തുടർച്ചയായി വിജയിച്ച മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായി മികച്ച പ്രകടനമാണ് രാജീവ് നടത്തിയത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ ആസ്തി 36 കോടിയാണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്നത്. കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലപ്പത്തുള്ള രാജീവ് 36 കോടി മാത്രം ആസ്തിയായി കാണിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു.